ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ വറുത്തരച്ച കോളിഫ്ലവർ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ നമ്മളിവിടെ തേങ്ങ വറുത്തരച്ചതാണ് ചേർക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് വറക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 3 ഉണക്കമുളകാണ്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ മല്ലി, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങയൊക്കെ മൊരിഞ്ഞ് ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്തെടുക്കണം. അതുപോലെ തേങ്ങ ഒത്തിരി കരിയാതിരിക്കാനും ശ്രദ്ധിക്കുക. കരിഞ്ഞു കഴിഞ്ഞാൽ ആ കറിയിൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 3 ചെറിയുള്ളിയും കൂടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ വറുത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്ത തേങ്ങ ആയതുകൊണ്ട് ആദ്യം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക, പിന്നെ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ച് മാറ്റി വെക്കുക. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നാടൻ വറുത്തരച്ച കറി ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. സവോള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതുപോലെ സവോള നന്നായിട്ട് വഴന്നിട്ടാനും കരിയാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റാം. സവോള നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. പിന്നെ 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിക്കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 തക്കാളി അരിഞ്ഞതാണ്. അപ്പോൾ തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിക്കൊടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തരച്ച അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിക്കൊടുക്കുക. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഈ സമയത്ത് കറിയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവർ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെക്കണം. അപ്പോൾ അത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്.
ഏകദേശം 250 ഗ്രാം കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. നമ്മുടെ കറി നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ വറുത്തരച്ച കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.